എല്ലാവർക്കും ഒരു ഓണം ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് റെഡിയായി സുന്ദര കുട്ടപ്പയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ വീട്ടിടാൻ ഞാൻ വാങ്ങിച്ച ഒരു പച്ച ടോപ്പും ഒരു പച്ച പാൻറ്റും ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. മുടിയൊന്നും ഉണങ്ങിയിട്ടില്ല. അപ്പോൾ കുഞ്ഞപ്പന് പനിയായതുകൊണ്ട് അവൻ ഉറങ്ങുകയാണ് കേട്ടോ. അവനെ ഞാൻ വിളിച്ചിട്ടില്ല. തലേദിവസം രാത്രി ഒരു 12:30 വരെ നമ്മൾ ആശുപത്രിയിലായിരുന്നു. ഓണം കുളമായി എന്ന് തന്നെ വിചാരിച്ചതാണ് ഗൈസ്. അപ്പോൾ അതേ രാവിലെ തന്നെ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഞാൻ കുളിക്കാൻ പോയപ്പോൾ അമ്മയാണ് വിളക്ക് കത്തിച്ചത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാത്രി ഒരു 12:30 വരെ ആശുപത്രിയിലായിരുന്നുകൊണ്ട് പൂവൊക്കെ നേരത്തെ തലേദിവസം മേടിച്ച് വെച്ചായിരുന്നു. പക്ഷെ അതൊന്നും കിള്ളാൻ സമയം കിട്ടിയില്ല. അപ്പോൾ അച്ഛനെ വിളിച്ച് പറഞ്ഞു, അച്ഛ അതൊക്കെ ഒന്ന് കിള്ളി വെച്ചേക്ക്, ഞങ്ങൾ എപ്പോഴാണ് വീട്ടിലെത്തണമെന്ന് പറയാൻ പറ്റൂലെന്ന്. ആശുപത്രിയിൽ ചെന്നപ്പോൾ കുഞ്ഞപ്പൻ്റെ ബ്ലഡ് എടുക്കണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മൊത്തത്തിൽ രാത്രി ഞങ്ങൾ ആശുപത്രിയിലായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ അപ്പോൾ ചതാവരി ഉണ്ടായിരുന്നു, അത് അരിഞ്ഞു വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതുകൂടി അങ്ങ് അരിഞ്ഞു വെക്കുകയാണ്. അപ്പോൾ അച്ചായിനെ ഞാൻ കുലിക്ക് ഒരു വിധത്തിൽ എണീപ്പിച്ച്, അച്ഛ ഒന്ന് എണീക്ക് പോ, കുളിക്ക്, പൂക്കളെ ഇടണ്ടെന്നൊക്കെ പറഞ്ഞ് അച്ഛതേ കുളിച്ച് ഫ്രഷായിട്ട് അച്ഛൻ വന്നിട്ടുണ്ട്. അങ്ങനെ ആദ്യം തന്നെ ഞങ്ങൾ ഡിസൈൻ വരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡിസൈൻ വരയ്ക്കാൻ കുറേ നേരം ചോക്ക് നോക്കി നടന്നിട്ട് ചോക്കൊന്നും കിട്ടിയില്ല. അവസാനം കുഞ്ഞപ്പൻ്റെ ഒരു ക്രയോൺസ് എടുത്ത് വരയ്ക്കുകയാണ് കേട്ടോ. എത്ര വരച്ചിട്ടും അതങ്ങോട്ട് തെളിയുന്നില്ലായിരുന്നു. പിന്നെ ആ ഒരു തെളിഞ്ഞ രീതിയിൽ അങ്ങോട്ട് ഇട്ടു. കുറേ ദിവസം മുമ്പ് പോയ സൗണ്ടാണ് എൻ്റെത്, ഇതുവരെ സൗണ്ട് വന്നിട്ടില്ല. നിങ്ങൾക്ക് ഈ വോയിസ് ഓവർ കേൾക്കുമ്പോൾ മനസ്സിലാവും അല്ലേ. അങ്ങനെ ഇതെല്ലാം പൊക്കിക്കൊണ്ട് മുറ്റത്ത് കൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഇടാൻ തുടങ്ങി. ആദ്യം റോസാപ്പൂവാണ് കേട്ടോ നടുക്ക് ഇട്ട് കൊടുത്തത്. ഓണത്തിന് മുമ്പ് തന്നെ എല്ലാവരും ഗൂഗിളിലും എല്ലായിടത്തും നോക്കി ഡിസൈനൊക്കെ നോക്കി വെച്ച് അതിനനുസരിച്ച് പൂ വാങ്ങിച്ചിടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ പൂക്കടയിൽ ചെന്നിട്ട് അവിടെയുള്ള പൂവെല്ലാം മേടിച്ചുകൊണ്ട് വന്ന് ചേട്ടന് അപ്പം തോന്നിയ ഡിസൈൻ അങ്ങ് വരച്ച് അപ്പം തന്നെ ഇടുവാണ് കേട്ടോ. കൂടുതൽ പ്ലാനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. എപ്പോൾ പൂക്കളെ ഇട്ടാലും എല്ലാ ഓണത്തിനും എനിക്ക് പണ്ട് സ്കൂളിലെ ഓർമ്മയാണ്. 1ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെയുള്ള ഓർമ്മ വരും. അപ്പോൾ ഭയങ്കര മത്സരമായിരുന്നല്ലോ, എല്ലാ ക്ലാസ്സിലും പൂക്കള മത്സരം ഉണ്ടാക്കും. നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഓടിപ്പോയി വേറെ ക്ലാസ്സിലൊക്കെ നോക്കും അവരുടെ ഡിസൈൻ എന്താണ്, നമ്മളെക്കാളും നല്ലതാണോ ചീത്തതാണോ എന്നൊക്കെ. അത് ഞാൻ ചേട്ടനോട് അതും പറഞ്ഞുകൊണ്ടിരുന്നാണ് ഞാൻ ഈ പൂ ഇട്ടുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം മഞ്ഞപ്പൂ ഇത്തിരി ഉള്ളൂ, അപ്പോൾ മറ്റേ ഓറഞ്ച് കുറച്ച് കൂടുതലുണ്ട്. ആദ്യം മഞ്ഞ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ മഞ്ഞ ഇട്ട് കൊടുത്തു, പിന്നെ ഓറഞ്ചൊക്കെ ഇട്ടു. അങ്ങനെ മൊത്തത്തിൽ വേഗം തന്നെ പൂക്കളെ ഇട്ടു. കുറച്ച് സമയം പിടിച്ചു കേട്ടോ. ഫുള്ളും പൂക്കളെ ഇട്ട് തീർന്നിട്ടേ കുഞ്ഞപ്പനെ വിളിക്കുള്ളൂ എന്ന് വിചാരിച്ചതാണേ. അല്ലെങ്കിൽ നല്ല വാശിയായിരിക്കും. ഉറക്കപ്പിച്ചിൽ എണീറ്റ് വന്നാൽ പിന്നെ എന്നെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കില്ല. പനിയും ചുമയൊക്കെ ആയതുകൊണ്ട് പിന്നെ അതിൻ്റെ ഭയങ്കര വാശിയായിരിക്കും. അപ്പോൾ സർപ്രൈസായിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞു. അടിപൊളിയായിട്ട് പൂക്കളൊക്കെ ഇട്ടു. കുഞ്ഞപ്പനെ വിളിച്ചുകൊണ്ട് വന്നു. ഉറക്കപ്പിച്ച് നടന്ന് വരികയാണ് കേട്ടോ. ആൾക്ക് കണ്ടിട്ട് ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷെ കള്ളച്ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ആ വൈറ്റ് പൂ ഉള്ളത് കൊണ്ടാണ് അത്രയും ഭംഗിയായത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞപ്പനെ കൊണ്ട് ഈ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകിക്കൊണ്ടുവന്ന് ചായ കൊടുക്കുകയാണ്. കുളിപ്പിക്കാനൊന്നും പറ്റത്തില്ലല്ലോ, നല്ല പനിയായിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് കുളിപ്പിക്കാൻ പറ്റത്തില്ല. ഞാൻ ചൂടുവെള്ളമൊക്കെ ചൂടാക്കി ആളെ മേലൊക്കെ കഴിപ്പിച്ചിട്ട് നല്ലോണം തോർത്ത് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞിട്ട് തല നല്ലോണം തുടച്ചൊക്കെ കൊടുത്തു കേട്ടോ. പനി ആയതുകൊണ്ടാണ് ഭയങ്കര മടിയാണ് കേട്ടോ കഴിക്കാൻ, നല്ല മടിയാണ്. പിന്നെ ഞാൻ ഒരു പ്ലേറ്റിൽ തന്നെ എടുത്തിട്ട് ഞാനും അവനും കൂടി കഴിക്കുകയാണ്. സമയമില്ലല്ലോ, നമുക്ക് അമ്പലത്തിലൊക്കെ പോകണ്ടേ. അപ്പോഴേക്കും മാമനും മാമിയും പിള്ളേരും കൂടി വന്നു. കുഞ്ഞപ്പൻ്റെ അച്ഛൻ്റെ മാമനാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞപ്പനുള്ള ഓണക്കോടിയായിട്ട് വന്നതാണ് അവർ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ റെഡിയായി. ഇതേ കണ്ട ചേട്ടൻ ഷർട്ടും മുണ്ടൊക്കെ ഇട്ട് ചേട്ടന് റെഡിയായി, കുഞ്ഞപ്പൻ ഷർട്ടും മുണ്ടിട്ട് അവന് റെഡിയായി. അപ്പോൾ ശ്രീകുട്ടനും കസിൻസാണ്, അവന്മാരും വന്നു. പിന്നെ പെട്ടെന്ന് അവർ വരുമ്പോൾ നമുക്ക് പോകാൻ പറ്റൂലല്ലോ. കുറച്ച് നേരം അവരോട് സംസാരിച്ച് അതെല്ലാം കഴിഞ്ഞാണ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ. കേരള ട്രഡീഷണൽ ടോപ്പ് വിത്ത് പാകിസ്ഥാനി ഷോളാണ് ഞാൻ ഇട്ടത് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിൻ്റെയും വക ഓണാശംസകൾ. നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതേ ചേട്ടൻ്റെ കൂട്ടുകാരനുണ്ട് ടെഡി. നമ്മളെ ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ നിങ്ങൾ ടെഡീനെ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ പോകുമ്പോൾ അവൻ റോഡ് സൈഡിൽ നിൽക്കുകയാണ്. അവനെ കണ്ടിട്ട് റിവേഴ്സ് വന്നാണ്. കേടാ എന്താണ് റോഡ് സൈഡിൽ നിൽക്കണ? എടപ്പാ ഹാപ്പി ഓണം. നീ എന്താ റോട്ടിൽ നിൽക്കണ? അമ്പലത്തിൽ പോയടാ. നമ്മൾ പോകുന്നത് നമ്മൾ തുറവൂർ അമ്പലത്തിലാണ് കേട്ടോ പോകുന്നത്. കുറച്ച് ദൂരം, നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ഉള്ളൂ, ഒരു 2-3 കിലോമീറ്റർ അല്ലേ, 3 കിലോമീറ്റർ അല്ലേ. അപ്പൊ നമുക്ക് തുറവൂർ അമ്പലത്തിൽ പോയിട്ട് വരാം. ഞാൻ അങ്ങനെ ചന്ദനവും കുങ്കുമൊന്നും തൊടാറില്ല കേട്ടോ. അപ്പൊ ഇന്ന് ഓണം ആയതുകൊണ്ട് ഇന്ന് കുങ്കുമവും ചന്ദനമൊക്കെ തൊട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ആരും പരാതി പറയരുത്, ചേച്ചി എന്താ പൊട്ട് തൊടാത്തേ, ചേച്ചി എന്താ പൊട്ടിയും തൊടത്തില്ല, എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ചന്ദനം പിന്നെ നല്ല രസമല്ലേ. അപ്പൊ നമ്മളിപ്പോ നാലുളങ്ങര അമ്പലത്തിന്റെ അവിടെ എത്തി. അപ്പൊ നമ്മൾ നേരെ തുറവൂര് പോവാണ്. തുറവൂര് നല്ല തിരക്കായിരിക്കും. ആണ് നമ്മുടെ തുറവൂർ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയുള്ള ബ്ലോക്ക് ആണ് കേട്ടോ. ഇല്ലേ ഒരാൾ ബലൂണും പിടിച്ച് ബൈക്കിലിരുന്ന് പോണ്. പിള്ളേരുള്ള എല്ലാ പാരന്റ്സിന്റെയും കയ്യിൽ ബലൂൺ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ നമ്മുടെ അമ്പലത്തിലെ ഓണം പ്രമാണിച്ച് കച്ചവടം ഉണ്ടെന്ന് മനസ്സിലായി. കുഞ്ഞപ്പോയി
അമ്പലത്തിൽ കച്ചവടം ഉണ്ടടാ. അങ്ങനെ അമ്പലത്തിന് മുന്നിലെത്തിയപ്പോൾ പാർക്ക് ചെയ്യാൻ ഒരു രക്ഷയില്ല കേട്ടോ. തിരക്ക് കാരണം ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ചേട്ടൻ ഞങ്ങൾ അവിടെ ഫ്രണ്ടിൽ ഇറക്കി വിട്ടു. ശ്രീരിനെ ശ്രീകുട്ടനെ കൊണ്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരെയും കൂടി അവിടെ ചേട്ടൻ ഇറക്കി നിർത്തിയിട്ട് എവിടെയോ പോയി പാർക്ക് ചെയ്തിട്ട് തിരിച്ചു വന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിനകത്തേക്ക് കയറി. അകത്തുള്ള തിരക്ക് ഇതായിരുന്നു ഗൈസ്. തിരക്കെന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്ക്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ അമ്പലത്തിലെ പൂക്കളം. ഒരു വലിയ പൂക്കളമാണ്, വലുതെന്ന് പറഞ്ഞാൽ അത്രയും വലിയ പൂക്കളം. എനിക്ക് തോന്നുന്നു തലേ ദിവസം ഇട്ട് വെച്ചതായിരിക്കും. എല്ലാം ചുരുങ്ങിപ്പോയി കേട്ടോ. പൂവെല്ലാം ചുരുങ്ങി പോയി. നോക്കുമ്പോൾ നല്ല കാറ്റ്. ഇത് ഇവിടുന്ന് ഈ കാറ്റ് ഫാനിൻ്റെ കാറ്റ് പോലെ. കുഞ്ഞപ്പം മുകളിലോട്ട് നോക്കി നിൽക്കുന്ന കണ്ടില്ല. അപ്പോൾ ഡ്രോണാണ് കേട്ടോ. അപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ കുറച്ച് പേരൊക്കെ കണ്ടു. അങ്ങനെ അവരായിട്ട് നിന്ന് വീഡിയോ എടുത്തതാണ്. കുഞ്ഞപ്പനാണെങ്കിൽ അമ്പലത്തിൽ പോയ ഏറ്റവും ഇഷ്ടം കാണിക്കയിടാനാണ് കേട്ടോ. അപ്പോൾ കാണിക്ക വഞ്ചി നോക്കി അടക്കാണ് അത് ഇടാൻ വേണ്ടി. അപ്പോൾ ഇത് ശ്രീഹരിക്ക് കുഞ്ഞപ്പനെ പിടിച്ചു നിർത്തുകയാണ് കേട്ടോ. എങ്ങോട്ട് ഓടിയാലും അവനാണ് ഈ പിടിച്ചു നിർത്തുന്നത്. അങ്ങനെ നടയുടെ മുമ്പിൽ നല്ല തിരക്കാണ്. നോക്കിക്ക് ഇത്രയും പേരുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ ആൽത്തറ കളിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ ആൽത്തറയുടെ മുകളിലോട്ട് ഓടിക്കേറി അവിടെയൊക്കെ 2-3 ചുറ്റി ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അപ്പോഴാണ് അമ്പലക്കുളത്തിൻ്റെ അവിടെ കുറേ പിള്ളേർ നിൽക്കുന്നത് കാണുന്നത്. ഒരുപാട് മീനുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ആ മീൻ കൂട്ടം എല്ലാം കൂടി ഇങ്ങനെ വരും. നല്ല രസമല്ലേ മീനെ കാണാൻ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങളവിടെ മീൻ നോക്കിയിരുന്നു. എനിക്ക് ഭയങ്കര പേടിയാണ് ഈ അമ്പലക്കുളം, ഭയങ്കര പേടിയാണ് എനിക്ക്. അപ്പോൾ ഞാനാണെങ്കിൽ അവൻ്റെ കൈ മുറുക്കി പിടിച്ച് നിൽക്കുകയാണ്. ഇവൻ മറ്റേ ബീച്ച് പോലെയാണെന്ന് വിചാരിച്ച അമ്മയെ നമുക്ക് കളിക്കാം, എൻ്റെ മുണ്ട് മാറ്റമ്മേ, എൻ്റെ മുണ്ട് ഉരുത്താൻ, എനിക്ക് വെള്ളത്തിൽ ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞ് നിൽക്കായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ സെൽഫിയൊക്കെ എടുത്തു ഗൈസ്. 1-2 സെൽഫിയൊക്കെ എടുത്തു കേട്ടോ. ഗൈസ് എൻ്റെ ഈ ടോപ്പും ഈ പാകിസ്ഥാനി ഷോളും ഓൺലൈൻ സ്റ്റോറായ ക്രേസി ബീഡ്സിൽ നിന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയായിരിക്കും, അവർക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതാണ്. ഒരുപാട് അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അവരുടെ കയ്യിൽ. അപ്പോൾ നല്ല ഷോളല്ലേ, എനിക്ക് ഭയങ്കര കുറേ മിറർ വർക്കൊക്കെ ഉള്ള പാകിസ്ഥാനി ഷോളാണ്. അപ്പോൾ ഞങ്ങൾ കുഞ്ഞപ്പന് വയ്യാത്തതുകൊണ്ട് കൂടുതൽ നേരം അവിടെ നിന്നില്ല കേട്ടോ. നല്ല വെയിലും കൂടിയല്ലേ. അപ്പോൾ അവനാണെങ്കിൽ ക്ഷീണാകും, മരുന്നൊക്കെ കഴിച്ചിട്ടാണ് പോയേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് തിരികെ വരികയാണ്. അപ്പോൾ ബലൂണും കച്ചവടമൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറുമ്പോഴേ എന്നോട് പറഞ്ഞാണ് അമ്മയെ പോകാൻ നേരത്ത് മേടിക്കണമെന്നും പറഞ്ഞ് ചെറിയ കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ തിരിച്ചു പോരാൻ നേരത്ത് ബലൂണിൻ്റെ അവിടെ പോയി നിന്ന് ഒരെണ്ണത്തിന് 100 രൂപയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ചേട്ടനോടൊപ്പം അവൻ ഓരോന്നൊക്കെ പിടിച്ചൊക്കെ നോക്കുന്നുണ്ട്. അവസാനം ബലൂൺ വാങ്ങിച്ചോ, നിനക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരെണ്ണം എടുത്തോ എന്ന് പറഞ്ഞിട്ട് എല്ലാം നോക്കി എടുത്ത് പിടിച്ച് അവിടെ തന്നെ തിരിച്ചു വെച്ചിട്ട് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഞാൻ ഓർത്തത് ഒരു 2-3 ബലൂണെങ്കിലും മേടിപ്പിക്കുമെന്നാണ്. കാരണം അകത്തേക്ക് കയറാൻ നേരത്ത് അതുപോലത്തെ കരച്ചിലായിരുന്നു ബലൂൺ കണ്ടിട്ട്. തിരിച്ചു വരാൻ നേരത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഒരുപാട് പേരെ കണ്ടു. കുഞ്ഞപ്പനായിട്ട് നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. ബലൂൺ വേണ്ടമ്മേന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി കുറേ കച്ചവടമൊക്കെ ഉണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ കുഞ്ഞപ്പൻ്റെ അച്ചായിയുടെ കസിൻ ചേച്ചിയുണ്ട് പാർവക്കയുടെ വീട്ടിലേക്ക് നമുക്ക് പോകണം. അവർക്ക് 2 ബേബീസ് ഉണ്ട്. പിള്ളേർക്ക് ഉടുപ്പൊക്കെ എടുത്ത് കൊടുക്കണം. അപ്പോൾ ഉടുപ്പെടുത്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ നേരത്തെ തന്നെ ഉടുപ്പെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സർബത്ത് കുടിക്കാൻ വേണ്ടി ഒരു കടയിലോട്ട് കയറിയതാണ്, ബേക്കറിയിലെ. അവിടെ വെച്ചൊരു സബ്സ്ക്രൈബർ മോളെ കണ്ട് നമ്മൾ കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഒരു കസിൻ ചേച്ചിയാണ്. ശ്രീകുട്ടനും ശ്രീഹരിയും ഞങ്ങളുടെ കസിൻസ് ആണ്. അതുപോലെ തന്നെ നമുക്കൊരു ചേച്ചിയുണ്ട്, പാർവക്കയുണ്ട് കേട്ടോ കസിൻ. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. ചേച്ചിക്ക് 2 പിള്ളേരുണ്ട്. കുഞ്ഞപ്പൻ്റെ അത്രയുള്ള ഒരാൾ പൊടിയാണ്, ഒരാൾ കുഞ്ഞപ്പൻ്റെ അത്ര ഉണ്ട്. അപ്പോൾ അവരെ കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള കുറച്ച് കാഴ്ചകളും കാണിച്ചു തരാം. അത് കഴിഞ്ഞ് നമുക്ക് വേഗം തന്നെ വീട്ടിലെത്തണം. അമ്മയും അച്ഛനും എല്ലാവരും അവിടെ കാത്തിരിക്കുകയാണ് സദ്യ ഉണ്ണാൻ വേണ്ടി. ശ്രീകുട്ടനെ ശ്രീഹരിയെയും അവരുടെ വീട്ടിൽ കൊണ്ടാക്കണം, കുടുംബത്തിൽ കൊണ്ടാക്കണം. അവിടെ അവരുടെ അച്ഛനും അമ്മയും കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് തിരുവോണം ആയതുകൊണ്ട് എല്ലാവരും സ്വന്തം വീട്ടിൽ നിന്നല്ലേ കഴിക്കുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ പാർവക്കയുടെ വീട്ടിലെത്തി. അവിടെ നോക്കുമ്പോൾ അവർ രാവിലെ തന്നെ അമ്പലത്തിൽ പോയി തിരിച്ചു വന്നതാണ്. അപ്പോൾ നമ്മൾ അവിടെ കണ്ട ബലൂൺ പാർവക്കയുടെ മോൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞപ്പന അത് ചെന്ന് അതെടുത്ത് കളിക്കുകയാണ്. ഇതാണ് കേട്ടോ പാർവക്ക. അങ്ങനെ ഞങ്ങൾ അധികം നേരം നിന്നില്ല. വേഗം തന്നെ കുഞ്ഞുങ്ങൾക്കുള്ള ഉടുപ്പും മിഠായിയൊക്കെ കൊടുത്ത് വേഗം തിരിച്ച് വീട്ടിലോട്ട് പോന്നു. പാർവക്ക എടുത്ത് പോയി ബേബീസിന് ഉടുപ്പൊക്കെ കൊടുത്തു. അപ്പോൾ ഉച്ച സമയമായി. അപ്പോൾ അവര് ഫുഡ് കഴിക്കാൻ കുറേ നിർബന്ധിച്ചു കേട്ടോ. തിരുവോണമല്ലേ, അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് കഴിക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് കഴിച്ചില്ല. അപ്പോൾ ശ്രീകുണ്ടും ശ്രീഹരി വീട്ടിലോട്ട് പോവാണ്. കറക്റ്റ് 1 മണിയായിട്ടില്ല. അതിന് മുമ്പ് അവന്മാരെ നമ്മൾ വീട്ടിൽ എത്തിച്ചിട്ടുണ്ട്. വിഷ് യു ഹാപ്പി ഓണം. ശ്രീകുട ഹാപ്പി ഓണം എല്ലാരോടും പറഞ്ഞേക്ക് ടാറ്റാ. അങ്ങനത്തെ നമ്മൾ വീട്ടിലെത്തിയിട്ടോ. ഭയങ്കരമായിട്ട് വെയിൽ കൊണ്ട് ക്ഷീണിച്ച് വിയർത്ത് കുളിച്ചൊരു പരുവായി. അപ്പോൾ ചെന്നിട്ട് ഇച്ചിരി നേരം റെസ്റ്റ് എടുത്തു. അപ്പോൾ അമ്മ വീതിയൊക്കെ വെച്ചിട്ടുണ്ട്. വീതിയെല്ലാം വെച്ച് കഴിഞ്ഞതേ ഞങ്ങൾ വിളമ്പാൻ തുടങ്ങി കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മൾ സദ്യ ഉണ്ടാകാൻ പോവാണ് കേട്ടോ. പക്ഷേ ഇവിടെ ഒരാൾ ഉറങ്ങിപ്പോയി. നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വന്നല്ലേ, അപ്പോൾ ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ഞാൻ ഇത്ര നേരം കിടക്കട്ടെ, കാർട്ടൂൺ കാണട്ടെ എന്ന് പറഞ്ഞ ഫോണും കൊണ്ട് കട്ടിലേ വന്ന് കിടന്നാണ്. നമ്മൾ ഇലയെല്ലാം വെച്ചു വിളമ്പാൻ തുടങ്ങിയപ്പോൾ വന്ന് നോക്കിയപ്പോൾ കുഞ്ഞപ്പൻ ഉറങ്ങിപ്പോയി. വിളിച്ചിട്ട് എണീക്കുന്നില്ല. ഞാൻ കുറേ വിളിച്ചിട്ട് അവൻ എണീക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ പനി മാറിയിട്ടില്ല, അതായത് ചുമയൊന്നും മാറിയിട്ടില്ല, പനി പൂർണ്ണമായും മാറിയിട്ടില്ല, എന്നാലും ചൂടൊന്നുമില്ല, എന്നാലും അവൻ്റെ ഉള്ളിൽ പനിയുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ പാരസെറ്റമോളും മരുന്നൊക്കെ കൊടുത്തു.
ഇപ്പൊ ഉച്ചയ്ക്ക് ഇനി കൊടുക്കേണ്ടതാണ് ആഹാരം കഴിഞ്ഞിട്ട്. പക്ഷെ നല്ല ഉറക്കം, നല്ല കാറ്റുണ്ട് ഫാനിന്, സുഖമായിട്ട് ഉറങ്ങിപ്പോയി. അപ്പൊ അവന്റെ ഉറക്കം കഴിയട്ടെ, അവന് വയ്യാത്തല്ലേ. അപ്പൊ അവൻ എണീറ്റിട്ട് നമുക്ക് അവന് കൊടുക്കാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും കഴിക്കാം. വാ. കുഞ്ഞപ്പനെയും കൂട്ടി നമ്മുടെ വീട്ടിൽ 6 പേരുണ്ട് കേട്ടോ. അപ്പോൾ 6 ഇലയും ഇട്ടു, എല്ലാവർക്കും വിളമ്പുകയും ചെയ്തു. അപ്പോൾ പിന്നെ കുഞ്ഞപ്പൻ്റെ ഇലയിൽ ശർക്കര വരട്ടിയും ചിപ്സും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ഞാനെടുത്ത് എൻ്റെ ഇലയിലോട്ട് വെച്ചിട്ട് അവൻ്റെ ഇല എടുത്ത് മാറ്റി. നന്നായിട്ട് ഉറങ്ങിപ്പോയി ആശാൻ. അങ്ങനെ ഞങ്ങൾ ബാക്കി എല്ലാവരും ഇരുന്ന് സദ്യ ഉണ്ടു. അപ്പോൾ കേസ് ഇതിൻ്റെ അകത്ത് അച്ഛനെ അമ്മേനെ അനിയനെ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. അവർക്ക് അങ്ങനെ വീഡിയോയിൽ അങ്ങനെ വരാൻ വീട്ടിൽ നിൽക്കുന്ന വേഷത്തിൽ അവർ പുതിയ ഉടുപ്പല്ല ഇട്ടേക്കുന്നത്. ഞാനും ചേട്ടനും അമ്പലത്തിൽ പോയി വന്നുകൊണ്ട് ഈ ഡ്രസ്സിലാണ്, അവർ വീട്ടിൽ നിൽക്കുന്ന കോലത്തിലാണ്. അപ്പോൾ അമ്മയോ ഞാൻ വീഡിയോ എടുക്കല്ലേ വെച്ചതെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഓർത്തു ഞങ്ങളെ രണ്ടിനെയും മാത്രം എടുക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു. അപ്പോൾ എൻ്റെ ടോപ്പിലൊക്കെ ഒരു തുള്ളി കറിയൊക്കെ പറ്റി കേട്ടോ. സദ്യ കഴിച്ച് കഴിഞ്ഞപ്പോൾ വയറ് ബുമ്മായി ഗൈസ്. പായസം കുടിക്കാൻ പറ്റാണ്ടായി. ഞാൻ പായസമൊന്നും കുടിച്ചില്ല കേട്ടോ. സദ്യ കുടിച്ചിട്ട് അങ്ങോട്ട് പോയി കിടന്നു. ഗൈസ് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഒരു അടിപൊളി സദ്യയൊക്കെ ഉണ്ട്. നല്ലോണം കിടന്നുറങ്ങി. കുറച്ച് നേരം കിടന്നുറങ്ങിയെങ്കിലും നല്ലോണം കിടന്നുറങ്ങി. എൻ്റെ സൗണ്ട് പോയിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ ആ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ട് ഇതുവരെ എണീറ്റിട്ടില്ല. ഞാനിപ്പോൾ പോയി വിളിക്കാൻ പോവുകയാണേ. അപ്പോൾ നമ്മുടെ അടുത്ത് ഇവിടെ പിള്ളേരുടെ പരിപാടിയും മത്സരമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. അതൊന്നും നടന്നില്ല. ചേട്ടനും പനിയായി, കുഞ്ഞപ്പനും പനിയായി. കുഞ്ഞപ്പന് പനിയാണ്, നല്ല പനിയായിരുന്നു. ഭയങ്കര ക്ഷീണമാണ്. അവന് ഈ മരുന്ന് കഴിക്കുന്നതിൻ്റെതായിരിക്കും, ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിക്കുന്നതല്ലേ. ചേട്ടനും ഇപ്പോൾ ഭയങ്കര തലവേദന, ചൂട്, പനി കാര്യങ്ങൾ. അതുകൊണ്ട് എങ്ങോട്ടും പോകാനും പറ്റുന്നില്ല. ഓണം പനി കൊണ്ടുപോയി ഗൈസ് വീട്ടിൽ. അങ്ങനെ ഞാൻ പോയി കുഞ്ഞപ്പനെ വിളിച്ച് എണീപ്പിച്ചു. ഇതേ കൊണ്ടുവന്ന് TV ഒക്കെ വെച്ച് ഇരുത്തി കൊടുത്തു കേട്ടോ. അപ്പോൾ ഒന്നും കഴിക്കാണ്ട് ഉച്ചയ്ക്ക് കിടന്നുറങ്ങിയത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അമ്മ എനിക്ക് ഇലയിൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു ഇല പോയി വെട്ടിക്കൊണ്ട് വന്നിട്ട് ചോറും അവനുള്ള കറികളൊക്കെ വെച്ചിട്ട് ചോറെടുത്തോ ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ എടുത്തത്. ഞാൻ എത്ര നിർബന്ധിച്ചെന്നേ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ ഒരു വാ പോലും തുറക്കുന്നില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ സങ്കടവും ദേഷ്യമൊക്കെ കൂടി വരികയാണ്. പിന്നെ ഞാൻ ഓർത്തു നമുക്ക് തന്നെ പനി വന്നു കഴിഞ്ഞാൽ വല്ലതും തിന്നാൻ തോന്നുന്നു, വായിക്കുന്ന ഒരു രുചി ഉണ്ടാവില്ലല്ലോ. പിള്ളേർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അവനാണെങ്കിൽ അമ്മ എനിക്ക് പായസം മാത്രം മതി എന്നിട്ട് ഞാൻ പായസം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ ആ സേമിയ പായസം മാത്രം കുടിച്ചു. അപ്പോൾ എനിക്കാണെങ്കിൽ കുഴച്ചും പോയി, എനിക്കൊണ്ട് മൂടി വെക്കാനൊന്നും പറ്റില്ല ചോറ്. അപ്പോൾ ഞാൻ തന്നെ ആ ചോറ് വാരത്തിന്നു, ഇച്ചിരി ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറമ്പിലേക്ക് കൊണ്ടുപോകാൻ, പരിപാടി കാണാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു കേട്ടോ അവനെ. അപ്പോൾ ഞാൻ റെഡിയാക്കി പൗഡറൊക്കെ ഇട്ട് മുടിയൊക്കെ ഇരി നിന്നപ്പോൾ അവൻ്റെ കൂട്ടുകാരനും അച്ഛനും കൂടി വന്ന് അവനെ വിളിച്ചോണ്ട് പോയി. കുഞ്ഞപ്പന ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പായസമാണ് കുടിച്ചത്, നിങ്ങൾ കണ്ടല്ലോ. ഞാൻ എന്നിട്ട് റെഡി ആയിക്കൊണ്ടിരുന്നപ്പോഴേക്കും അവൻ്റെ കൂട്ടുകാരനും അച്ഛനും കൂടി വന്നു കേട്ടോ. നേരെ അവരുടെ കൂടെ അവൻ പറമ്പിലേക്ക് പോയി. നമ്മുടെ ഇവിടെ പടിഞ്ഞാറ് പ്രോഗ്രാമാണ്, മത്സരങ്ങളും കാര്യങ്ങളൊക്കെയാണ് കുട്ടികളുടെ. ഓണപ്പരിപാടി നടക്കുവാണ് ഗൈസ്. അപ്പോൾ ഓണപ്പരിപാടി കാണാൻ വേണ്ടി കുഞ്ഞപ്പം പോയി. ഞാനും അവൻ്റെ കൂടെ പോകാൻ പോവാണ്. അപ്പോൾ അവിടെ നിറയെ ആളായിരിക്കും, നമുക്ക് ചെന്ന് നോക്കാവേ. അവിടെ പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ട് പിന്നെ വോയിസ് ഓവർ കൊടുക്കാനേ പറ്റുള്ളൂ. മ്യൂസിക്, ആ പാട്ട് നമ്മുടെ യൂട്യൂബിൽ ഇടാൻ പറ്റത്തില്ലല്ലോ, എന്തോ കോപ്പിറൈറ്റ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വോയിസ് ഓവർ കൊടുക്കാം കേട്ടോ. കുഞ്ഞപ്പൻ്റെ അച്ഛനാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നല്ല തലവേദനയും പനിയൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടന് പാരസിറ്റാമോളൊക്കെ എടുത്തു കൊടുത്തു, വെള്ളമൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ഞാൻ കുഞ്ഞപ്പൻ്റെ പുറകെ അങ്ങോട്ട് ഗ്രൗണ്ടിലോട്ട് പോയതാണ്, നമ്മുടെ തൊട്ടപ്പുറത്ത്. അപ്പോൾ അമ്മ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അമ്മ പരിപാടിയൊക്കെ കാണാൻ നേരത്തെ വന്നതാണ്. ഞാൻ നോക്കുമ്പോൾ സാധാരണ ഗ്രൗണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കൈകൊട്ടിക്കളി മത്സരം നടക്കുമായിരുന്നേ. ഒരു നേരെ ഇരിക്കാത്ത ആളാണ് കുഞ്ഞപ്പൻ. അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ് കേട്ടോ ആദപ്പൻ്റെ കൂടെ. അപ്പം എന്നെ കണ്ടപ്പോൾ എൻ്റെ മടിയിലേക്ക് കയറിയിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ആളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇതുപോലൊരു കുഞ്ഞപ്പൻ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഞാൻ പോലും കണ്ടിട്ടില്ല. സാധാരണ പനി വന്നാൽ 2-3 ദിവസം കൊണ്ട് അവന് മാറുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം പനി വന്നിട്ട് 2 ആഴ്ചയായിട്ടും അങ്ങോട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും പൂർണ്ണമായിട്ട് ആ പനിയും ചുമയൊന്നും മാറുന്നില്ല. ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് കേട്ടോ. കുറച്ചേരം ഞങ്ങൾ അവിടെ ഇരുന്നു. കുഞ്ഞപ്പനാണെങ്കിൽ വയ്യാത്തതുകൊണ്ട് അവൻ തന്നെ വീട്ടിൽ പോകാം, അല്ലെങ്കിൽ വീട്ടിലോട്ട് വരാൻ എവിടെ പോയാലും വീട്ടിലേക്ക് പോകാമെന്ന് പറയാത്ത ആളാണേ. അവിടെ ഇരുന്ന് കുറച്ചേരം കഴിഞ്ഞപ്പോൾ അമ്മയെ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞു. ഓട്ടോ ഇല്ല, ബഹളവും ഇല്ല, എൻ്റെ മടിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. എൻ്റെ മടിയിൽ തന്നെ അനങ്ങാണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ആൾക്ക് വയ്യെന്ന്. ഓൾറെഡി വയ്യ. അങ്ങനെ അവൻ പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു. വലിക്കല്ലേ പോനാ. അപ്പോൾ ഗൈസ്, ഇതോടുകൂടി നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. കുഞ്ഞപ്പന്തേ പോണ പോക്ക് നോക്കിക്കേ. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്, ബൈ.